ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. റമദാൻ അവസാന പത്തിലേക്ക് കടന്നതോടെ വിശ്വാസികൾക്ക് സിയാറത്ത് യാത്രയുമായി KSRTC. ബജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിലാണ് മലപ്പുറം, പെരിന്തൽമണ്ണ ഡിപ്പോകളിൽ നിന്ന് തീർത്ഥാടന യാത്ര സംഘടിപ്പിക്കുന്നത്. മലപ്പുറം, തൃശൂർ ജില്ലകളിലെ മക്ബറകൾ സന്ദർശിക്കാനാണ് KSRTC അവസരമൊരുക്കുന്നത്. റമദാൻ 23, 25, 27 ദിവസങ്ങളിലാണ് മലപ്പുറം ഡിപ്പോയിൽ നിന്നും സിയാറത്ത് യാത്ര പുറപ്പെടുന്നത്. രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന യാത്രയിൽ മലപ്പുറം ജില്ലയിലെ വലിയങ്ങാടി, പാണക്കാട്, മമ്പുറം, പുതിയങ്ങാടി, പൊന്നാനി, പുത്തൻപള്ളി, വിളിയങ്കോട് തുടങ്ങിയ മഖബറുകൾ സന്ദർശിക്കാനാണ് അവസരം ലഭിക്കുക. തൃശൂർ ജില്ലയിലെ മണത്തല, ചാവക്കാട് എന്നിവിടങ്ങളിലെ മഖബറുകളും കൂടി സന്ദർശിച്ചും വൈകിട്ട് 6 മണിക്ക് മലപ്പുറത്ത് തിരിച്ചെത്തുന്ന രീതിയിലാണ് ക്രമീകരണം നടത്തിയിട്ടുള്ളത്. മലപ്പുറത്ത് നിന്നാണ് നമ്മൾ ഈ ടൂറ് ആരംഭിക്കുന്നത്. മലപ്പുറം യൂണിറ്റിലെ 2-3 പേര് കൂടി ആലോചിച്ച് ആരംഭിച്ച സംഭവമാണിത്. അതാണ് പിന്നെ നമ്മൾ KSRTCയിൽ ഒന്നാകെ ഏറ്റെടുത്ത് വളരെ വിജയകരമായിക്കൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾക്കായിട്ട് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ടൂർ പ്രോഗ്രാം ജില്ലയിലെ വിവിധ മക്കാമുകളും മറ്റും സന്ദർശിക്കാനും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് നമുക്ക് മലപ്പുറം ഡിപ്പോയിൽ നിന്നാണെങ്കിൽ സൈനുൽ ആബിദീൻ, പൊന്നാനിയിൽ നിന്നാണെങ്കിൽ അയ്യൂബ്, പെരിന്തൽമണ്ണയിൽ നിന്ന് ജാഫർ, ഇങ്ങനെ 3 പേര് അതിന് പറ്റിയ ആളുകൾ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും ആശങ്കയൊന്നും എല്ലാ കാര്യങ്ങളും എല്ലാവരും ശരിക്കും അറിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല ടൂറ് സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ വിജയം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് തുടർന്ന് ഞങ്ങൾ ഇത്തരം ടൂറുകൾ നടത്തുന്നത്. KSRTC കഴിഞ്ഞ വർഷം ആരംഭിച്ച വിനോദസഞ്ചാര യാത്രയുടെയും അടുത്തിടെ നടത്തിയ നാലമ്പല തീർത്ഥാടന യാത്രയുടെയും സ്വീകാര്യത പരിഗണിച്ചാണ് റമദാനിൽ സിയാറത്ത് യാത്രയും സംഘടിപ്പിക്കുന്നത്. ഒരാൾക്ക് 550 രൂപയാണ് നിരക്ക് ഈടാക്കുന്നത്. വിജയകരമായ ദീർഘദൂര സിയാറത്ത് യാത്രകളും KSRTCയുടെ പരിഗണനയിലുണ്ട്. ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ വരുമാനം ചെറിയ രൂപത്തിലൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുമാനം കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റ് ടൂറിസത്തിൽ നമ്മൾ ഊന്നൽ നൽകിക്കൊണ്ട് കൂടുതൽ ടൂറുകളും കാര്യങ്ങളൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പുതിയ ബസ്സുകളൊക്കെ വരുന്നതിനനുസരിച്ച് സ്വിഫ്റ്റ് ബസ്സൊക്കെ കൂടുതൽ അവൈലബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റേറ്റ് ടൂറിസത്തിലേക്ക് തന്നെ IRTC റെയിൽവേയോട് ബന്ധപ്പെട്ടതൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ടൂറുകൾ അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്.